ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. വീഡിയോ ഇടാത്തതിന്റെ കാരണമാണ് ഈ വീഡിയോ. വേറെ ഒന്നല്ല, നമ്മൾ രജിസ്ട്രേഷൻ ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂരൊക്കെ പോയി വന്ന് പിന്നെ നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് ഒരു ട്രിപ്പ് വിട്ടു. ട്രിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ട്രിപ്പാണ്, ട്രിപ്പ് അല്ലെങ്കിൽ ചോദിച്ചാൽ ട്രിപ്പല്ല. കാരണം ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാനും മാമനും ആന്റിയും കൂടിയിട്ടാണ് ആലപ്പുഴയ്ക്ക് പോണത് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ലോങ് ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് ഒരു ചെറിയ കടയിൽ നിന്നാണ് നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്. സത്യം പറഞ്ഞ കൊള്ളിലായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ നേരെ ആലപ്പുഴയിൽ മാമന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയതും ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് കായലിന്റെ അവിടേക്കായിരുന്നു. മാമന്റെ വീട് വരുന്നത് വേമ്പനാട്ട് കായലിന്റെ അടുത്തായതുകൊണ്ട് നമുക്ക് കായൽ കാണാൻ പോകാനൊക്കെ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നതൊന്നും മെറ്റലല്ല, കക്കത്തൊണ്ടാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ രാത്രി ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ വേമ്പനാട്ട് കായലിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ കോട്ടയത്തിനും ആലപ്പുഴയുടെയും ബോർഡർ ആയിട്ടുള്ള തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ നൈറ്റ് വ്യൂ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. തണ്ണീർമുക്കം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഫെസ്റ്റിവൽ ഒക്കെ നടക്കാറുണ്ട് അത്ര. ഇവിടുത്തെ ഫെസ്റ്റിവൽ ഒക്കെ അടിപൊളിയാണെന്നാ മനുവെങ്കിലും മോളിച്ചേച്ചൊക്കെ എന്നോട് പറഞ്ഞത്. അടുത്ത തണ്ണീർമുക്കം ഫെസ്റ്റിവലിന് എന്നോട് ഇങ്ങോട്ട് വരാനൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ചൻ, മോളിച്ചേച്ചിയുടെ ഉണ്ണിയാണ് കേട്ടോ ഇത്. അങ്ങനെ തണ്ണീർമുക്കത്തിന്റെ ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നപ്പോഴാണ് നമ്മൾ നല്ലൊരു മോമോസ് ഉണ്ടാക്കുന്ന കട കണ്ടത്. എന്തായാലും കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ മോളിച്ചേച്ചി മനുവെങ്കിലും കൂടെ ഞങ്ങൾക്ക് മോമോസ് ഒക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റ് മോമോസും കൊണ്ട് കുഞ്ചന്റെ അടുത്ത് പോയപ്പോഴേക്കും കുഞ്ചൻ അങ്ങ് പേടിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. കുഞ്ചന്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ കുഞ്ഞൻ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി തന്നു. നൈറ്റ് ആയപ്പോൾ ഷീലാമ നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കരിമീൻ കറി ഒന്നും പറയാനുണ്ടായിരുന്നില്ല, കാരണം അത്ര അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയി ചീട്ട് കളിച്ച് തോറ്റ ആൾക്ക് നല്ല അസല് പണി. അപ്പൊ ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.